ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ നിനക്ക് മുൻപ് എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, നിന്റെ വഴികളിൽ അവൻ നിന്നെ കാത്തുപാലിക്കും. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം. ജനനം മുതൽ മരണം വരെ മനുഷ്യനെ നയിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ദൈവം തന്ന സമ്മാനമാണ് വിശുദ്ധ കാവൽ മാലാഖമാർ. ചില വ്യക്തികളുടെ, പ്രത്യേകിച്ച് വിശുദ്ധരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ കാവൽ മാലാഖമാരുടെ സാന്നിധ്യം എത്രയധികം അവരെ സ്വാധീനിച്ചുവെന്നും എങ്ങനെ ദൈവത്തിലേക്ക് നയിച്ചുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കാവൽ മാലാഖയുടെ യഥാർത്ഥ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ച് വിശുദ്ധിയിലേക്ക് എത്തിച്ചേർന്ന ഒരു പുണ്യവതിയുടെ ജീവിതമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റലിക്കാരിയായ വിശുദ്ധ ജെമ്മ ഗൽഗാനി. 1878 മാർച്ച് 12-ാം തീയതി ഇറ്റലിയിലെ കമിലിയാനോയിലാണ് വിശുദ്ധ ജെമ്മ ഗൽഗാനി ജനിച്ചത്. ചെറുപ്പം മുതലേ അടിയുറച്ച ക്രിസ്തീയ വിശ്വാസത്തിലും ഈശോയോടുള്ള അതിരറ്റ സ്നേഹത്തിലുമാണ് അവൾ വളർന്നു വന്നത്. എന്നാൽ സഹനങ്ങളുടെ ഒരു തുടർക്കഥയായിരുന്നു അവളുടെ ജീവിതം. വിശുദ്ധ ജെമ്മ ഗൽഗാനിക്ക് 20 വയസ്സ് തികയുന്നതിന് മുൻപ് അവൾക്ക് തൻ്റെ മാതാപിതാക്കന്മാരെ നഷ്ടപ്പെടുന്നു. നട്ടെല്ലിന് ക്ഷയരോഗം പിടിപെട്ട് ഒരു നിത്യരോഗിണിയായി അവൾ മാറുന്നു. ഒരു കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ച് പല മഠങ്ങളിലും പരിശ്രമിച്ചുവെങ്കിലും ക്ഷയരോഗ നിമിത്തം ആരും അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. സഹനങ്ങളുടെ തീച്ചൂളയിൽ നീറുമ്പോഴും ഈശോയോടുള്ള അതിരറ്റ സ്നേഹം അവൾ കൈവെടിഞ്ഞില്ല. തൻ്റെ സഹനങ്ങളെല്ലാം ഈശോയുടെ പീഡാനുഭവമായി അവൾ ചേർത്ത് വെച്ചു. അങ്ങനെ ഈശോ അവൾക്കൊരു പ്രത്യേക സമ്മാനം നൽകി. അവളുടെ കാവൽ മാലാഖയെ കാണാനും സ്പർശിക്കാനും ഒരു സുഹൃത്തിനോടെന്ന പോലെ സംസാരിക്കാനുമുള്ള ഒരു പ്രത്യേക വരം. വേദനയുടെ നിമിഷങ്ങളിലും ഒറ്റപ്പെടലിൻ്റെ സമയങ്ങളിലുമെല്ലാം ഒരു സഹചാരിയെപ്പോലെ എന്നും കാവൽ മാലാഖ അവളോടൊപ്പം ഉണ്ടായിരുന്നു. വിശുദ്ധ ജെമ്മ ഗൽഗാനി അവളുടെ കാവൽ മാലാഖയോടൊപ്പമാണ് പ്രാർത്ഥിച്ചിരുന്നത്. മാലാഖ അവൾക്ക് സുഹൃദേപങ്ങൾ ചൊല്ലിക്കൊടുക്കും. ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അവയെല്ലാം തിരുത്തി കൊടുക്കും. ജെമ്മ ഗൽഗാനിയുടെ കത്തുകൾ അവളുടെ കുമ്പസാരക്കാരന് എത്തിച്ചു കൊടുത്തിരുന്നത് അവളുടെ കാവൽ മാലാഖയായിരുന്നു. പ്രത്യേകമായും 2 കാര്യങ്ങളാണ് മാലാഖ അവളോട് ആവശ്യപ്പെട്ടിരുന്നത്: ദൈവാനുസരണം, നിശബ്ദത എന്നീ പുണ്യങ്ങൾ. ദൈവഹിതം ജീവിതത്തിൽ നിറവേറാൻ സ്വന്തം ഹിതങ്ങളെ പരിത്യജിക്കാനും അവ ദൈവത്തിന് സമർപ്പിക്കാനും മാലാഖ പറഞ്ഞിരുന്നു. അനാവശ്യമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാതെ ഈശോയോട് സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്താനും മാലാഖ അവളോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവളുടെ 25-ാമത്തെ വയസ്സിൽ വലിയ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കാവൽ മാലാഖയുടെ കൈ പിടിച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് അവൾ യാത്രയാവുകയാണ്. വെറും 25 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച പുണ്യവതി. ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ ജെമ്മ ഗൽഗാനിയുടെ ജീവിതം മാതൃകയാണ്. ജീവിതത്തിലെ സഹനങ്ങൾ വരുമ്പോൾ അവ ഈശോയുടെ പീഡാസഹനവുമായി ചേർത്ത് വയ്ക്കാൻ നമുക്ക് കഴിയണം. ഈ പരിശ്രമത്തിന് നമ്മെ സഹായിക്കുന്ന ഉത്തമ വഴികാട്ടിയാണ് വിശുദ്ധ കാവൽ മാലാഖ. മഹാനായ വിശുദ്ധ ബേസിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ഓരോ വിശ്വാസിയുടെയും സമീപം ഒരു ഇടയനും വഴികാട്ടിയും എന്ന പോലെ ഒരു കാവൽ മാലാഖയുണ്ട്. ഈ സത്യം മായാതെ എന്നും നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവാനുസരണം എന്ന പുണ്യം അനുദിനം നമുക്ക് ജീവിതത്തിൽ അഭ്യസിച്ചു തുടങ്ങും. ഈശോയുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ കൂടുതൽ സമയം നമുക്ക് കണ്ടെത്താം. ഒരു നല്ല ദൂതൻ മരണം വരെ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മോടൊപ്പമുണ്ട് എന്നുള്ള സത്യം മറക്കാതെ അനുദിന ജീവിത വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് പരിശ്രമിക്കാം.